മറിഞ്ഞ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളത്. അപ്പോൾ നജാഷിക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു എന്ന് പറയുന്നതിന് എന്തായിരുന്നു കാരണം? ആ കാരണം അന്വേഷിക്കുമ്പോൾ പണ്ഡിതന്മാർ പറയുന്നത് കാണാം, നജാഷിക്ക് വേണ്ടി ആ നാട്ടിലാരും നിസ്കരിച്ചിട്ടില്ല. മയ്യത്ത് നിസ്കരിച്ചിട്ടില്ല. ഒരു മുസ്ലിം മരിച്ചു എന്ന വിവരം സത്യസന്ധമായി അറിഞ്ഞു. ആ മുസ്ലിമിന് വേണ്ടി ആരും മയ്യത്ത് നിസ്കരിച്ചിട്ടില്ല എന്ന വാർത്തയും കിട്ടിക്കഴിഞ്ഞാൽ അത് ആർക്കാണോ ആ വാർത്ത കിട്ടിയത് ആ ആളുകൾ നിസ്കരിക്കണം എന്നതാണ്. ഇവിടെ ഈ വ്യക്തിക്ക് വേണ്ടി എന്തായിട്ടുണ്ട്, ആ നാട്ടിലുള്ള മുസ്ലിമീങ്ങൾ നിസ്കരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതോടുകൂടി ആ നിസ്കാരത്തിൻ്റെ ബാധ്യത കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അത്തരം വ്യക്തികൾക്ക് വേണ്ടി മറ്റു രാജ്യങ്ങളിൽ നിന്ന് നിസ്കരിക്കുക എന്നതിന് അതിന് പ്രത്യേകിച്ച് രേഖകളൊന്നും ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ അതോടൊപ്പം തന്നെ ഇപ്പോൾ സമൂഹത്തിൽ അറിയപ്പെട്ട ഒരു പണ്ഡിതനാണ്, അല്ലെങ്കിൽ ഒരു രാജാവാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഭരണാധികാരിയാണ്. മുസ്ലിം ഉമ്മത്തിന് ധാരാളം ഉപകാരങ്ങൾ ചെയ്തിട്ടുള്ള, അദ്ദേഹത്തിലൂടെ വലിയ കാര്യങ്ങൾ കിട്ടിയിട്ടുള്ള ഒരാളാണ്. ഇതൊക്കെ മുൻപിൽ കണ്ടുകൊണ്ട് ഒരു നാട്ടിലെ ഭരണകൂടം, ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഭരണകൂടം പ്രഖ്യാപിക്കുകയാണ് ഇദ്ദേഹത്തിന് വേണ്ടി ഗായിബായ മയ്യത്തിൻ്റെ നിസ്കരിക്കണം എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ നാട്ടിലുള്ള പ്രജകൾക്ക് നിസ്കരിക്കാം. ഇപ്പോൾ നമുക്കറിയാം, വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സൗദി അറേബ്യയിലൊക്കെയുള്ള വലിയ പണ്ഡിതന്മാർ മരിക്കുന്ന സമയത്ത് അവിടുത്തെ ഭരണകൂടം തന്നെ പ്രഖ്യാപിക്കും, ഷെയ്ഖിൻ്റെ മയ്യത്ത് നിസ്കാരം ഇന്ന പള്ളിയിൽ വെച്ച് നടക്കും, അതിനുശേഷം മസ്ജിദ് നബിയിലോ മസ്ജിദ് ഹറമിലൊക്കെ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ ഗായിബായ മയ്യത്തിൻ്റെ നിസ്കാരം ഉണ്ടാകുമെന്ന് പ്രഖ്യാപിക്കുന്ന രീതികൾ ഉണ്ടാകാറുണ്ട്. അങ്ങനത്തെ ഒരു പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായി അത് പ്രഖ്യാപിക്കേണ്ടതുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ ആ നാട്ടിലെ പണ്ഡിതന്മാരും ഉലമാക്കളും ഉമറാക്കളൊക്കെ കൂടി അങ്ങനെ ഉള്ള രീതി അത് അനുവദിച്ചതാണ് എന്ന് കാണാൻ സാധിക്കും. എന്നാൽ ഇപ്പോൾ നമ്മുടെ നാടുകളിലൊക്കെ പൊതുവേ കാണുന്ന രീതിയുണ്ട്, ആര് മരിച്ചു കഴിഞ്ഞാലും മയ്യത്ത് നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ അവിടെ തന്നെ വിളിച്ചു പറയും, മയ്യത്ത് നിസ്കരിപ്പിക്കാനുള്ള കത്ത് എഴുതി വെച്ചിട്ടുണ്ട്, അപ്പോൾ ആ കത്തുകൾ മറ്റു മഹല്ലുകളിൽ നിന്ന് വന്ന ആളുകൾ അവിടെ കൊണ്ടുപോകണം, ആ പള്ളികളിൽ കൊടുക്കണം, അവിടുന്ന് മയ്യത്ത് നിസ്കരിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഒരു വെള്ളിയാഴ്ച ജുമാ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറേ ആളുകളുടെ പേര് ഒന്നിച്ച് അങ്ങനെ വായിച്ച് എല്ലാവർക്കും വേണ്ടി ഒറ്റ നിസ്കാരം. ആ നിസ്കാരത്തിന് ഇസ്ലാമികമായിക്കൊണ്ട് യാതൊരു തെളിവുമില്ല. ഇനി ഇതിലുള്ള മറ്റൊരു അവസ്ഥയും കൂടി, ഇപ്പോൾ ഞാനുമായിട്ട് ഏറ്റവും ബന്ധമുള്ളൊരു എൻ്റെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ എൻ്റെ ഒരു അടുത്ത ബന്ധു മരിച്ചു, മറ്റൊരു രാജ്യത്ത് വെച്ചാണ് മരിച്ചത്. ആ വിഷയത്തിൽ തന്നെ പണ്ഡിതന്മാർ പറയണം മറ്റൊരു അഭിപ്രായം, പിന്നീട് എപ്പോഴെങ്കിലും ഞാൻ ആ നാട്ടിലെത്തി, അതിൻ്റെ ബന്ധുവിനെ മറവ് ചെയ്ത നാട്ടിൽ ആ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഖബറിൻ്റെ അടുത്ത് പോയിട്ട് എനിക്ക് നിസ്കരിക്കാൻ പറ്റില്ല എന്നാണ്. ആ വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ എന്താക്കാം, അയാൾക്ക് വേണമെങ്കിൽ നിസ്കരിക്കാവുന്നതാണ്. ഖബറിൻ്റെ അടുത്ത് പോയി ഖബറിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് നിസ്കരിക്കാവുന്നതാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തെ പള്ളിയിൽ അടിച്ചു വാരിയിരുന്ന ഒരു അടിച്ചുതളിക്കാരിയായിരുന്ന ഒരു പെണ്ണ്, അവർ മരിച്ച വിവരം അറിഞ്ഞില്ല. അപ്പോൾ സഹാബിമാർ അറിയിച്ചില്ല, വേറൊന്നുമില്ല, ഒരു രാത്രി സമയത്താണ് മരിച്ചത്. പെട്ടെന്ന് തന്നെ എന്തായി, അവർ സംസ്കാരങ്ങളൊക്കെ നടത്തി, മയ്യത്ത് സംസ്കരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് പ്രവാചകൻ ഇത് അറിയുന്നത്. നബി വെച്ച് അവിടെ എവിടെയെന്ന് വെച്ചപ്പോൾ നബിയോളം മരിച്ചു, അപ്പോൾ ഞങ്ങളെന്തായി കൊണ്ടുപോയി മറവ് ചെയ്തിട്ടുണ്ട്, സ്കെച്ചൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ എന്നാൽ ആ ഖബറിക്ക് കാണിച്ചു തരണമെന്ന് നബി ആവശ്യപ്പെടുകയും എന്നിട്ട് ആ ഖബറിൻ്റെ അടുത്ത് പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിൽ നിന്ന് പണ്ഡിതന്മാർ നിർദ്ധാരണം ചെയ്തുകൊണ്ട് പറയുന്നത് കാണാം, ഒരു വ്യക്തിയുമായി കൊണ്ട് അടുത്ത ബന്ധമുള്ളയാൾ അപ്പോൾ തന്നെയുള്ള ആളുകൾക്കൊക്കെ വേണമെങ്കിൽ എന്താക്കാവുന്നതാണ്, അവർ എപ്പോഴാണോ ഖബറിൻ്റെ അടുത്ത് ചെല്ലുന്ന നിസ്കരിക്കാൻ കഴിയുന്ന ആ സമയത്ത് നിസ്കരിക്കാം എന്ന് പറഞ്ഞ അഭിപ്രായം കാണാൻ സാധിക്കും. ഇത്തരത്തിൽ ഏതെങ്കിലും ഈ പറഞ്ഞ അവസാനത്തെ നിലപാട് സ്വീകരിക്കലാണ് ആ വിഷയത്തിൽ ഏറ്റവും ഉചിതമായത്. അതല്ലാതെ മയ്യത്ത് നിസ്കരിച്ച ഒരു സമൂഹത്തിന് വേണ്ടി വീണ്ടും മയ്യത്ത് നിസ്കരിക്കുക എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമല്ല. കാരണം നജാഷിയുടേത് കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ മറ്റു പല സ്ഥലങ്ങളിലും മുസ്ലിമീങ്ങളായ ആളുകൾ മരിച്ച ഇവരെ നബി അറിഞ്ഞിട്ടുണ്ട്, അവർക്ക് വേണ്ടിയൊന്നും നിസ്കരിച്ചതായിക്കൊണ്ട് പ്രമാണങ്ങളിൽ എവിടെയും സ്ഥിരപ്പെട്ടു വന്നതായി കാണാൻ സാധിക്കുന്നില്ല എന്നത് തന്നെയാണ് ഈ വിഷയത്തിലുള്ള ഏറ്റവും പ്രധാന മർമ്മം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്.